ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വിഷുക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വിഷു ആവാറായില്ലേ. തൃശ്ശൂരുകാരുടെയൊക്കെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് വിഷുക്കട്ട എന്ന് പറയുന്നത്. വിഷുവിൻ്റെ അന്ന് കണിയെല്ലാം കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു വിഷുക്കട്ട. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് 1 കപ്പ് പച്ചരി നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലോട്ട് വെള്ളം ഒഴിച്ച് 2-3 പ്രാവശ്യം നന്നായി അതൊന്ന് കഴുകി വെള്ളം വാർത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പച്ചരി കഴുകിയിട്ട് വെള്ളം വാർത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അതിന് മുകളിൽ വെള്ളം നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ അത് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ പച്ചരിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി വെള്ളം വാർത്തെടുക്കാം. അങ്ങനെ വെള്ളം വാർത്തെടുത്തിട്ടുള്ള പച്ചരി അവിടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് നാളികേരമാണ്. ഞാനിവിടെ 1.5 നാളികേരം എടുത്തിട്ടുണ്ട്. ചെറിയ നാളികേരം ആയതുകൊണ്ടാണ് 1.5 നാളികേരം എടുത്തിട്ടുള്ളത്. വലിയ നാളികേരമാണെന്നുണ്ടെങ്കിൽ 1 നാളികേരം മതി കേട്ടോ. പിന്നീട് അത് ചിരകിയ മുഴുവൻ നാളികേരവും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് 1-ാം പാൽ എടുക്കണം. 1-ാം പാൽ എന്ന് പറയുന്നത് നല്ല കട്ടി നാളികേരപ്പാലാണ്. അതിനായിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് നാളികേരം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അത് നന്നായി പിഴിഞ്ഞ് നല്ല കട്ടിയായിട്ടുള്ള പാൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു 1/4 കപ്പോളം നാളികേരപ്പാൽ, നല്ല കട്ടി നാളികേരപ്പാൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു ബൗളിലാക്കിയിട്ട് ഒഴിച്ചു വയ്ക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് 2-ാം പാൽ എടുക്കണം. 2-ാം പാൽ എടുക്കുന്നതിനായിട്ട് നമ്മൾ ആദ്യം പിഴിഞ്ഞു വെച്ചിട്ടുള്ള നാളികേര പീര മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും ഇട്ട് കൊടുത്തിട്ട് ഇളം ചൂടുള്ള വെള്ളം 1.5 കപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1-ാം പാലും 2-ാം പാലൊക്കെ എടുക്കുന്നത് അറിയുന്നവർ ഒത്തിരി പേരുണ്ടായിരിക്കും. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്നതായിരിക്കും. എങ്കിലും അറിയാത്തവരും കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗം മാത്രം സ്കിപ്പ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ 2-ാം പാൽ ഇതാ ഇവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ആ പിഴിഞ്ഞെടുത്തിട്ടുള്ള നാളികേരം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ആദ്യത്തെ പാലിനേക്കാൾ കട്ടി കുറവാണ് കേട്ടോ. കുറച്ച് കട്ടി കുറവാണ് 2-ാം പാൽ. അതിനുശേഷം 3-ാം പാൽ എടുക്കുന്നതിനായിട്ട് ആ നാളികേരപ്പീരയിലോട്ട് ഇളം ചൂടുള്ള വെള്ളം 2 കപ്പ് ഒഴിച്ചിട്ട് അടിച്ചെടുക്കണം. എന്നിട്ട് വീണ്ടും നമ്മളത് പിഴിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നല്ല കട്ടി കുറഞ്ഞിട്ടുള്ള നാളികേരപ്പാൽ കിട്ടി. അപ്പോൾ നമ്മളിവിടെ 3 പാലും, 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിഷുക്കട്ട തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് കട്ടി കുറഞ്ഞ നാളികേരപ്പാൽ, 3-ാം പാൽ 2 കപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതൊന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി മുഴുവനായിട്ടും ചേർത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ പച്ചരി ആ നാളികേരപ്പാലിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിങ്ങനെ വെന്ത് തുടങ്ങുമ്പോൾ തന്നെ നാളികേരപ്പാൽ ഇങ്ങനെ വറ്റി തുടങ്ങും. അങ്ങനെ നന്നായി ഒന്ന് വറ്റി തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് 2-ാം പാൽ 1.5 കപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നാളികേരപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മളെപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വേണം തീ വയ്ക്കാനായിട്ട്. കൂട്ടിയൊന്നും വെക്കരുത്. പെട്ടെന്ന് വറ്റി വരാനായിട്ട് കൂട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ചരി ഒന്നും അധികം കറക്റ്റായിട്ട് വേവ് വരില്ല കേട്ടോ. അതിൻ്റെ കറക്റ്റ് വേവ് ആവില്ല. അതുകൊണ്ട് കൂട്ടിയൊന്നും വെക്കരുത്. അതുപോലെ ഒത്തിരി കുറച്ചും വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ തീയിട്ടിട്ട് നമുക്കത് വറ്റിച്ചെടുക്കാം. അങ്ങനെ 2-ാം പാലും കുറേശ്ശെ വറ്റി തുടങ്ങി. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വിഷുക്കട്ട പരത്തിയെടുക്കാനുള്ള പാത്രം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലോട്ട് വാഴല വെച്ച് നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. വാഴല വേണമെന്നില്ല, ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലേറ്റിലായാലും നെയ്യ് പുരട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ 2-ാം പാൽ ഇവിടെ നന്നായിട്ട് വറ്റി വന്നു തുടങ്ങി. ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ട്. ഞാൻ ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. ടേസ്റ്റ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം കയ്യിൽ വെച്ചൊന്ന് തിരുമിയിട്ട് അതും ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ നാളികേരപ്പാൽ 2-ാം പാലൊക്കെ വറ്റി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1-ാം പാൽ നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ വെച്ച് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന ഒരു പരുവം വരെ നമ്മളത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കുറേശ്ശെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആയി തുടങ്ങിയിട്ടോ. കണ്ടോ, നന്നായിട്ട് പാത്രത്തിൽ നിന്ന് ഇതുപോലെ വിട്ട് വരണം. അപ്പോൾ നമ്മുടെ വിഷുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വിഷുക്കട്ടയുടെ മിക്സ് ആയിട്ടുള്ളൂ, അത് കട്ടയായിട്ടില്ല. അപ്പോൾ അത് കട്ടയാക്കുന്നതിനായിട്ട് നമ്മൾ നെയ്യ് പുരട്ടിയിട്ടുള്ള പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വാഴയുടെ മീതെ നെയ്യ് പുരട്ടിയിട്ട് അതിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എന്തോരം കട്ടി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കട്ടിയിൽ അത് പരത്തി കൊടുക്കാം. ഞാനിപ്പോൾ ഇത്തിരി കട്ടി കുറച്ചിട്ടാണ് പരത്തി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതോടെ തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം വേണം അത് കട്ട് ചെയ്തെടുക്കാൻ. ആ ഒരു സമയം കൊണ്ട് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്ന നമ്മുടെ ശർക്കരപ്പാനി തയ്യാറാക്കാം.
അതിനായിട്ട് 3.5 അച്ച് ശർക്കരയും അതുപോലെ ഒരു ഏലക്കായും 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് കളർ കുറച്ച് കുറവായി തോന്നിയതുകൊണ്ട് ഡബിൾ ഹോഴ്സിൻ്റെ ശർക്കര പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 3 ടേബിൾ സ്പൂണ്. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കരയൊക്കെ നന്നായി മെൽറ്റായിട്ട് നല്ല ഒരു ചെറിയൊരു തിക്നെസ്സിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കത് തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ വിഷുവിനുണ്ടാക്കാനുള്ള വിഷുക്കട്ട അതുപോലെ അതിൻ്റെ കോമ്പിനേഷനായിട്ടുള്ള ശർക്കര പാനിയും റെഡിയായി. ഇനി അത് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ കുറേശ്ശെ ആ ശർക്കര പാനി ആ വിഷുക്കട്ടയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വിഷുക്കട്ട നന്നായി തണുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച് നമ്മൾ ഒരു ഇളം ചൂടുള്ള ശർക്കര പാനിയിൽ മുക്കി കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ.